മസാല ബോണ്ട് ഇടപാടിൽ ഇ.ഡി. സമൻസ് ചോദ്യം ചെയ്ത തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇ.ഡിയുടെ തുടർച്ചയായുള്ള സമൻസുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് കിഫ്ബിയുടെയും ഐസക്കിന്റെയും നിലപാട്. ഐസക്കിന്റെ ഹർജിയിൽ ഇ.ഡിയോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു. ഐസക് അന്വേഷണവുമായി സഹകരിക്കാത്ത കാര്യം ഇ.ഡി ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിക്കുക. നിതിൻ സേവ്യർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, ഈ ഇ.ഡി സമൻസുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നാണ് തോമസ് ഐസക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ മസാല ബോണ്ട് കേസ് എപ്പോഴായിരിക്കും കോടതിയുടെ പരിഗണനയിൽ ഇന്ന് വരിക? ഇ.ഡിയുടെ സമൻസ് നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്നാണ് തോമസ് ഐസക് വാദിക്കുന്നത്. ഇ.ഡി തന്നെ മനഃപൂർവ്വം ബുദ്ധിമുട്ടുകയാണെന്നാണ് തോമസ് ഐസക് പറയുന്നത്. മസാല ബോണ്ട് ഇടപാടിൽ ഇ.ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക്കും കിഫ്ബി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് രാവിലെ വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക. ഇ.ഡിയുടെ തുടർച്ചയായുള്ള സമൻസുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് കിഫ്ബിയുടെയും ഐസക്കിന്റെയും നിലപാട്. ഐസക്കിന്റെ ഹർജിയിൽ ഇ.ഡിയോട് ഹൈക്കോടതി വിശദീകരണം നേടിയിരുന്നു. നേരത്തെ ഐസക് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നായിരുന്നു ഇ.ഡി ഹൈക്കോടതിയെ അറിയിക്കാൻ പോകുന്നത്. ചൊവ്വാഴ്ച ഹാജരാകാനായി ഐസക്കിന് സമൻസ് നൽകിയിട്ടുള്ള കാര്യവും ഹൈക്കോടതിയിൽ മറുപടിയായി ഇന്ന് ഇ.ഡി നൽകും. കിഫ്ബി മസാല ബോണ്ട് കേസിൽ കഴിഞ്ഞ ദിവസം ഈ ഐസക്കിന്റെ ഹർജി കോടതി ഇരിക്കവേ തന്നെയാണ് വീണ്ടും ഒരു സമൻസ് കൂടി ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും ഒരു സമൻസ് കൂടി തോമസ് ഐസക്കിന് നൽകിയിരിക്കുന്നത്. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്നും മുഖ്യമന്ത്രി അധ്യക്ഷനായ 17-അംഗ ഡയറക്ടർ ബോർഡിന്റേതാണ് തീരുമാനമെന്നുമുള്ള തോമസ് ഐസക്കിന്റെ വാദം ഇ.ഡി നേരത്തെ തന്നെ തള്ളിയിരുന്നു. മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്നും സമാഹരിച്ച 2700 കോടിയുടെ വിനിയോഗത്തിൽ ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ടെന്നുമാണ് ഇ.ഡി ആരോപിക്കുന്നത്. ഏതായാലും ഈ സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകനായ ദത്താർ സിസ്റ്റിക്കായും ജെ.ജി ഗുപ്ത തോമസ് ഐസക്കിനായും ഇന്ന് ഹാജരാകും. ഏതായാലും ഇന്ന് വീണ്ടും തോമസ് ഐസക്കിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് രാവിലെ പരിഗണിക്കും. ശരി, ഇന്ന് രാവിലെയോട് കൂടിയിട്ട് തോമസ് ഐസക്കിന്റെ ഹർജി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകുകയായിരുന്നു.